എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ബെഞ്ച്മാർക്ക് സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും അതിൻ്റെ എക്കാലത്തെയും ഉയർച്ചകളിൽ നിന്നും സമീപകാല വ്യാപാര സെഷനുകളിൽ തുടർച്ചയായി ഇടിഞ്ഞു. ഇന്ത്യൻ ഓഹരി വിപണികളുടെ ഉയർന്ന മൂല്യവും പ്രതീക്ഷിച്ചതിലും താഴ്ന്ന സാമ്പത്തിക വളർച്ച, കറൻസി മൂല്യത്തകർച്ച, മറ്റ് ഘടകങ്ങൾ എന്നിവ നിക്ഷേപകരെ ലാഭം ബുക്ക് ചെയ്യാനും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ നേടിയ നേട്ടങ്ങളിൽ നിന്ന് പണം സമ്പാദിക്കാനും പ്രേരിപ്പിച്ചു എന്ന് പറയാം. ഓഹരി വ്യാപാരികളും നിക്ഷേപകരും ഇപ്പോൾ ഫെബ്രുവരി 1 വരാനിരിക്കുന്ന ഈ വർഷത്തെ യൂണിയൻ ബജറ്റിനായി കാത്തിരിക്കുകയാണ്. തുടർച്ചയായി 3ാം തവണയും അധികാരത്തിലേറിയ ഈ സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ആയതിനാൽ തന്നെ ഈ പ്രതീക്ഷകൾ പല നിക്ഷേപകരെയും അല്പം ആശയക്കുഴപ്പത്തിലുമാക്കുന്നു. നിക്ഷേപകരുടെ ഉയർന്ന പ്രതീക്ഷകൾക്ക് വിപരീതമായി ബജറ്റ് പരാജയപ്പെട്ടാൽ നിരാശയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമാണ്. ഈ വീഡിയോയിൽ വരാനിരിക്കുന്ന ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന നയനടപടികളിൽ നിന്ന് പരമാവധി ശ്രദ്ധ ലഭിക്കാൻ സാധ്യതയുള്ള മേഖലകളും ഇതിൽ ഉൾപ്പെട്ട സ്റ്റോക്കുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റെയിൽവേയും പ്രതിരോധവും മുതൽ റിന്യൂവബിൾ എനർജി, EV സെക്ടർ തുടങ്ങി നിക്ഷേപകർ ഈ ബജറ്റിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മേഖലകൾ ഒരുപാടാണ്. ആദ്യം റെയിൽവേ സെക്ടറിൽ പ്രതീക്ഷിക്കുന്നത് എന്തെന്ന് നോക്കാം. ഇന്ത്യൻ റെയിൽവേ ബജറ്റ് 2025 ട്രാക്ക് വിപുലീകരണം, 2025ഓടെ 200 വന്ദേ ഭാരത് ട്രെയിനുകൾ, സുഗമമായ യാത്രയ്ക്കായി സ്റ്റേഷനുകളുടെ നവീകരണം എന്നിവ ഉൾപ്പെടെ ഇന്ത്യയുടെ റെയിൽ ശൃംഖലയുടെ നവീകരണത്തിനായി 3 ട്രില്യൺ രൂപ വകയിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റ് ചില മുൻഗണനകളിൽ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകുന്ന കവച് എക്സ്റ്റൻഷൻ സിസ്റ്റം, ബുള്ളറ്റ് ട്രെയിൻ പോലുള്ള അതിവേഗ റെയിൽ പദ്ധതികൾക്കുള്ള സാമ്പത്തിക ഉത്തേജനം എന്നിവയ്ക്കും പ്രത്യേക പരിഗണന നൽകാൻ ഇടയുണ്ട്. ഈ പ്രഖ്യാപനങ്ങളിൽ നിന്ന് പ്രയോജനം നേടുന്ന ചില പ്രധാന ഓഹരികൾ ഇർകോൺ ഇന്റർനാഷണൽ ലിമിറ്റഡ്, റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്, HPL ഇലക്ട്രിക് ആൻഡ് പവർ ലിമിറ്റഡ്, HBL പവർ സിസ്റ്റംസ് ലിമിറ്റഡ്, കെയ്ൻസ് ടെക്നോളജീസ്, സീമെൻസ് ലിമിറ്റഡ്, തിത്താഗ്ര റെയിൽ സിസ്റ്റംസ് ലിമിറ്റഡ്, IRFC, IRCTC എന്നിവയാണ്. നിക്ഷേപകർ ഉറ്റുനോക്കുന്ന അടുത്ത സെക്ടർ ഡിഫൻസ് ആണ്. 2025 കേന്ദ്ര ബജറ്റ് പ്രതിരോധ മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് കണക്കുകൂട്ടുന്നു. 2025 സാമ്പത്തിക വർഷത്തിൽ സായുധ സേനയുടെ മൂലധന ചെലവ് 20.3% ഉയർന്ന് എക്കാലത്തെയും ഉയർന്ന നിലയായ 1.72 ട്രില്യൺ രൂപയിലാണ്. ഈ ബജറ്റ് ഇത് കൂടുതൽ ത്വരിതപ്പെടുത്തിയേക്കാം. യൂണിയൻ ബജറ്റ് പ്രഖ്യാപനങ്ങൾ അനുകൂലമാവുകയാണെങ്കിൽ ഇതിൽ നിന്നും പരമാവധി നേട്ടം കൊയ്യാൻ സാധ്യതയുള്ള ഓഹരികൾ നോക്കാം. കപ്പൽ നിർമ്മാണ കമ്പനികളായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എന്നിവയും ഏവിയേഷൻ എയ്റോസ്പേസ് സെക്ടറിൽ പെടുന്ന ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്, കൂടാതെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, BEML, യൂണിമെക് എയ്റോസ്പേസ് ആൻഡ് മാനുഫാക്ചറിംഗ് ലിമിറ്റഡ് പോലുള്ള കമ്പനികളും ശ്രദ്ധിക്കപ്പെട്ടേക്കാം. അടുത്തതായി എനർജി സെക്ടറാണ്. റിന്യൂവബിൾ എനർജി, സുസ്ഥിര ഊർജ പരിഹാരങ്ങൾ, ഊർജ സുരക്ഷ മുതലായവയിൽ രാജ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് എനർജി സെക്ടർ. കൂടാതെ സോളാർ, വിൻഡ്, ഹൈഡ്രോ പവർ എന്നിവയ്ക്കുള്ള പ്രധാന ധനസഹായം പോലുള്ള കാര്യങ്ങൾക്ക് മുൻഗണന നൽകിയേക്കാം. ഇതുകൂടാതെ ഗ്രീൻ ഹൈഡ്രജനായി ഒരു പ്രത്യേക സാമ്പത്തിക പാക്കേജും ഉൾപ്പെടുത്തിയേക്കാം. സ്മാർട്ട് ഗ്രിഡ് സാങ്കേതിക വിദ്യകൾക്കും ഊർജ സംഭരണത്തിനും ഈ ബജറ്റ് സഹായകരമാവുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇതിൽ നിന്നെല്ലാം പരമാവധി പ്രയോജനം ലഭിക്കാൻ സാധ്യതയുള്ള കമ്പനികൾ ടാറ്റ പവർ, പ്രീമിയർ എനർജീസ് ലിമിറ്റഡ്, വാരി എനർജീസ്, ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി അഥവാ ഇരീഡ, സുസ്ലോൺ എനർജി, IEX, KPI ഗ്രീൻ എനർജി, അദാനി ഗ്രീൻ എന്നിവയാണ്. അടുത്തതായി എത്തനോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കമ്പനികളാണ്. 2070ഓടെ സീറോ എമിഷൻസ് എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. എത്തനോൾ, ഷുഗർ സെക്ടറുകളോടൊപ്പം ഇലക്ട്രിക് വാഹന മേഖലയ്ക്കുള്ള പ്രാധാന്യം കൂട്ടുന്നതും ഈ ലക്ഷ്യത്തിലെത്താൻ സർക്കാരിനെ പ്രേരിപ്പിക്കും. ഈ സെക്ടറിൽ ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകൾ പ്രാജ് ഇൻഡസ്ട്രീസ്, ബൽറാംപൂർ ചിനി മിൽസ്, ശ്രീ രേണുക ഷുഗേഴ്സ് എന്നിവയാണ്. അടുത്തതായി EV സെക്ടറാണ്. EV സെക്ടറിൽ നിന്നും ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, TVS മോട്ടോഴ്സ്, JBM ഓട്ടോ,
ഒലക്ട്ര ഗ്രീൻ ടെക്, ഓല ഇലക്ട്രിക് എന്നീ കമ്പനികൾക്കാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. കൂടാതെ EV ബാറ്ററി നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന HBL പവർ, അമര രാജ എനർജി ആൻഡ് മൊബിലിറ്റി ലിമിറ്റഡ്, എക്സൈഡ് ഇൻഡസ്ട്രീസ്, കെമിക്കൽ കമ്പനിയായ ഹിമാദ്രി സ്പെഷ്യാലിറ്റി തുടങ്ങിയ കമ്പനികൾക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കാൻ സാധ്യതയുണ്ട്. EV വാഹന ഘടക നിർമ്മാതാക്കളായ സോണ, BLW പ്രിസിഷൻ, മിൻഡ ഇൻഡസ്ട്രീസ് എന്നിവയും ഈ പട്ടികയിൽ ഉൾപ്പെടും. ഈ ബജറ്റിൽ ശ്രദ്ധിക്കേണ്ട അടുത്ത സെക്ടർ ഇൻഫ്രാസ്ട്രക്ചർ, കൺസ്ട്രക്ഷൻ തുടങ്ങിയ മേഖലകളാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബജറ്റിൽ ഗണ്യമായ വിഹിതം അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനാൽ തന്നെ റോഡ്, ബ്രിഡ്ജ്, മറ്റ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനികൾ, നിർമ്മാണ സാമഗ്രികൾ, എഞ്ചിനീയറിംഗ് സേവനങ്ങൾ, അനുബന്ധ മേഖലകൾ എന്നിവയ്ക്ക് ഇതിൽ നിന്നുള്ള പ്രയോജനം ലഭിക്കാനാണ് സാധ്യത. ഏറ്റവും കൂടുതൽ കമ്പനികൾ ഉൾപ്പെട്ടിരിക്കുന്ന മേഖലയാണിത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകൾ L&T, PNC ഇൻഫ്രാടെക് ലിമിറ്റഡ്, KNR കൺസ്ട്രക്ഷൻ, NCC ലിമിറ്റഡ്, KEC ഇൻ്റർനാഷണൽ എന്നിവ കൂടാതെ അൾട്രാടെക് സിമൻറ്റ്, അംബുജ സിമൻറ്റ്, രാംകോ സിമൻറ്റ്, ടാറ്റ സ്റ്റീൽ, സെയിൽ, JSW സ്റ്റീൽ എന്നിവയും FMEG കമ്പനികളായ പോളിക്യാബ്, ഹേവൽസ്, KEI ഇൻഡസ്ട്രീസ്, ഫിനോലെക്സ് കേബിൾസ്, പെയിൻറ്റ് കമ്പനികളായ ഏഷ്യൻ പെയിൻറ്റ്സ്, ബർജർ പെയിൻറ്റ്സ്, അക്സോ നോബൽ ഇന്ത്യ ലിമിറ്റഡ്, കെമിക്കൽ കമ്പനിയായ പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, PVC, CPVC പൈപ്പ് നിർമ്മാതാക്കളായ ആസ്ട്രൽ ലിമിറ്റഡ്, സുപ്രീം ഇൻഡസ്ട്രീസ്, ഫിനോലെക്സ് ഇൻഡസ്ട്രീസ്, അങ്ങനെ നീളുന്നു ഈ പട്ടിക. 2025 യൂണിയൻ ബജറ്റ് ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയങ്ങളുടെ GST നീക്കം ചെയ്യുമെന്നും ഇതിലൂടെ ജനങ്ങളുടെ ആരോഗ്യം സുരക്ഷിതമാക്കുന്നതിനുള്ള ഭാരം കുറയ്ക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, SBI ലൈഫ് ഇൻഷുറൻസ്, HDFC ലൈഫ് ഇൻഷുറൻസ്, ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ് പോലുള്ള കമ്പനികൾ ഇതിൽ നിന്നും നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അടുത്തതായി മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയാണ്. അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ ദീർഘകാലത്തേക്ക് നികുതിയിൽ കൂടുതൽ മാറ്റങ്ങൾ വേണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇത് പരിഗണിക്കുകയാണെങ്കിൽ HDFC AMC, UTI AMC, നിപ്പോൺ ലൈഫ് പോലുള്ള കമ്പനികൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കും. ഈ ബജറ്റിൽ കാർഷിക മേഖലയും ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ട്. കാർഷിക മേഖലയ്ക്ക് സർക്കാർ വേണ്ടത്ര ഊന്നൽ നൽകുകയാണെങ്കിൽ കാവേരി സീഡ്സ്, PI ഇൻഡസ്ട്രീസ്, ധനുക അഗ്രിടെക്, കൊറോമാണ്ടൽ ഇൻ്റർനാഷണൽ, ദീപക് ഫെർട്ടിലൈസേഴ്സ്, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് പോലുള്ള കമ്പനികൾ ശ്രദ്ധിക്കപ്പെട്ടേക്കാം. അടുത്തതായി രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയുടെ നെടും തൂണായ ഫിനാൻഷ്യൽ സെക്ടറാണ്. ധനനയം, കോർപ്പറേറ്റ് നികുതി നിരക്കുകൾ, മൂലധന വിപണികൾ എന്നിവയിലെ മാറ്റങ്ങൾ ധനകാര്യ മേഖലയിൽ കാര്യമായ സ്വാധീനം ചെലുത്തും. ഇതിൽ നിന്നും SBI, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് പോലുള്ള പൊതുമേഖലാ ബാങ്കുകളും HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, കൊടാക് മഹീന്ദ്ര ബാങ്ക്, ഫെഡറൽ ബാങ്ക് പോലുള്ള സ്വകാര്യ ബാങ്കുകളും ഹോം ഫിനാൻസ് കമ്പനികളായ ക്യാൻഫിൻ ഹോംസ്, PNB ഹൗസിംഗ്, ആധാർ ഹൗസിംഗ് പോലുള്ള ഹൗസിംഗ് ഫിനാൻസ് സ്ഥാപനങ്ങളും പ്രകടനം മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട്. ബജറ്റിൽ പ്രാധാന്യം കൊടുക്കാൻ സാധ്യതയുള്ള മറ്റ് 2 മേഖലകളാണ് വാട്ടർ മാനേജ്മെൻറ്റും സെമി കണ്ടക്ടർ മേഖലയും. ഈ സെക്ടറിൽ വരുന്ന കമ്പനികളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നമ്മൾ മുൻപ് വീഡിയോ ചെയ്തതാണ്. അതിനാൽ തന്നെ വീഡിയോ നീണ്ടുപോകുമെന്നതിനാൽ ഇത് വീണ്ടും ആവർത്തിക്കുന്നില്ല. കാണാത്തവർക്കായി പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇവ കൂടാതെ ശ്രദ്ധിക്കേണ്ട സെക്ടറുകൾ IT, ഫാർമ, FMCG, കെമിക്കൽ എന്നിവയാണ്. ആരോഗ്യ സംരക്ഷണത്തിനും സാമൂഹ്യ ക്ഷേമ പരിപാടികൾക്കുമുള്ള ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ഗുണം ചെയ്യും. നികുതി, ഗ്രാമീണ സബ്സിഡികൾ എന്നിവയിലെ മാറ്റങ്ങൾ ഉപഭോക്തൃ ചെലവ് രീതികളെ സ്വാധീനിക്കുകയും ഇതിൽ നിന്ന് ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനികൾ അഥവാ FMCG കമ്പനികൾക്ക് ഗുണം നേടാനാവുമെന്നും നിക്ഷേപകർ പ്രതീക്ഷിക്കുന്നു. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, IT, AI എന്നിവയ്ക്ക് ഊന്നൽ നൽകുകയാണെങ്കിൽ IT മേഖല ഒരു പ്രധാന ഗുണഭോക്താവാകാൻ സാധ്യതയുണ്ട്. കെമിക്കൽ സെക്ടറിലും ഇറക്കുമതി തീരുവ പോലുള്ള ഒരുപാട് പ്രതീക്ഷകൾ നിക്ഷേപകർ വെച്ചു പുലർത്തുന്നു. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ബജറ്റിൽ നിക്ഷേപ സമൂഹം ആഗ്രഹിക്കുന്നത് എത്രമാത്രം ഫലവത്താകുമെന്ന് ഫെബ്രുവരി 1 വരാൻ പോകുന്ന യൂണിയൻ ബജറ്റ് 2025 അറിയാം. സ്റ്റേ ട്യൂൺ ഫോർ ദ അപ്കമിംഗ് വീഡിയോസ്. താങ്ക് യു ഫോർ വാച്ചിങ്.